ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് എന്നാൽ ഹോണ്ട സിറ്റി ഡീസലാണോ. കസ്റ്റമർ കംപ്ലയിൻറ്റ് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ എ സിക്ക് തണുപ്പുണ്ടാവും, കുറച്ച് ഓടി കഴിഞ്ഞാൽ വണ്ടിക്ക് തണുപ്പുണ്ടാവില്ല. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. കുറച്ച് നേരം തണുപ്പുണ്ടായിരിക്കും, പിന്നെ തണുപ്പുണ്ടാവില്ല. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കംപ്രസർ കട്ട് ഓഫ് ആവുന്നുണ്ട്. ഹൈ പ്രഷർ കയറുന്നുണ്ട്, നല്ലപോലെ കയറുന്നുണ്ട്. ആ സമയത്ത് കംപ്രസർ കട്ട് ഓഫ് ആവുന്നുണ്ട്. അത് നോക്കി അതിൻ്റെ ഫാൻ ഉണ്ടല്ലോ, 2 ഫാനുണ്ട്. അതിൽ ഒരു ഫാന് വർക്കാണില്ല, ഹൈ സ്പീഡ് ഫാന് വർക്കാണല്ലോ. അതുകൊണ്ടാണ് ഹൈ പ്രഷർ കയറി പോകുന്നത്. ഹൈ പ്രഷർ കയറിപ്പോയി കഴിഞ്ഞാൽ കംപ്രസർ ഓട്ടോമാറ്റിക് കട്ട് ഓഫ്. ആ സമയത്ത് എ സി വർക്കാവില്ല. ലോ പ്രഷർ ഫാൻ വർക്കാവുന്നുണ്ട്, ഹൈ പ്രഷർ ഫാൻ വർക്കാവില്ല. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഹൈ പ്രഷറിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ട് കേട്ടോ. ഫ്യൂസ് പോയി. അങ്ങനെ ഫ്യൂസ് ഇട്ട് കുറച്ച് ബാക്കി പിന്നെയും ഫ്യൂസ് അടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഫാന് കംപ്ലൈൻ്റ് ആണ്. ഹൈ പ്രഷറിൻ്റെ ഫാൻ മോട്ടർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഫാന് അഴിക്കട്ടെ, അസംബ്ലി ആയിട്ട് അഴിച്ചെടുക്കുകയാണ്. ഫാന് മാറണം. ഫാൻ മാറിക്കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് റെഡി ആവുള്ളൂ. എ സിക്ക് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നേരം തണുപ്പുണ്ടാവും. ഹൈ പ്രഷർ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കംപ്രസർ കട്ട് ഓഫ് ആകും. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ എ സി ഓണാവും. ഓണാകുന്ന സമയത്ത് കുറച്ച് നേരം പിന്നെയും തണുപ്പുണ്ടായിരിക്കും. പിന്നെയും ഹൈ പ്രഷർ കയറി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും. അപ്പോൾ റേഡിയേറ്ററിൻ്റെ ഓസ് മുകളിൽ കൂടെ എടുക്കണം. റേഡിയേറ്ററിൻ്റെ ഓസ് ജസ്റ്റ് ഒന്ന് ഊരിയിട്ടുണ്ട്. പിന്നെ 2 10-ന്റെ ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ അടിയിൽ ഫാനിൻ്റെ സോക്കറ്റും കാര്യങ്ങളും അഴിച്ചിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് പൊക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ 2 ഫാനാണ് വരുന്നത്. ലോ പ്രഷറുണ്ട്, ഹൈ സ്പീഡ് ഫാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഹൈ സ്പീഡ് ഫാൻ മോട്ടറാണ് കംപ്ലൈൻറ്റ് ആയിരുന്നത്. ഫ്യൂസ് അടിച്ച് പോകുന്നത്. ഫ്യൂസ് നമ്മൾ ഇട്ട് നോക്കി കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ വർക്കായ അപ്പോൾ തന്നെ ഫ്യൂസ് അടിച്ച് പോകുക. അപ്പോൾ ഇതാണ് ഫാനിൻ്റെ അസംബ്ലി കേട്ടോ. ഫാനിൻ്റെ അസംബ്ലി നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൽ താഴത്തെയാണ് ഹൈ സ്പീഡ് ഫാന്, മുകളിലത്തെ ലോ സ്പീഡ് ഫാൻ കേട്ടോ. പുതിയ ഫാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അസംബ്ലി ആയിട്ടാണ് കിട്ടിയിട്ട്. 2 ഫാനും കൂടി വരുന്നത് അസംബ്ലി ആയിട്ട് കിട്ടിയിട്ട്. അപ്പോൾ അത് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ കണക്ട് ചെയ്തിട്ട് എ സി ഇട്ട് നോക്കണം. കുറേ നേരം വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം കേട്ടോ. ഫ്യൂസ് അടിച്ച് പോകണ്ടോ നോക്കണം. ഇതാണ് ഫ്യൂസ് വരുന്നത്. ആ ഫ്യൂസാണ് അടിച്ച് പോകുന്നത് ഈ ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനി കുറച്ച് നേരം വർക്ക് ചെയ്യിച്ച് നോക്കും. ഫ്യൂസ് അടിച്ച് പോകുന്നുണ്ടാവില്ല. അത് ഫാൻ ഷോർട്ടിങ് ഉണ്ടാകും. ഷോർട്ടിങ് ആയതുകൊണ്ടാണ് ഫ്യൂസ് അടിച്ച് പോകുന്നത്. ഇത് റിലേ ആകട്ടോ. ആ കംപ്രസറിൻ്റെ റിലേ ഉണ്ടായിരിക്കും, റേഡിയേറ്ററിൻ്റെ ഫാൻ റിലേ ഉണ്ടായിരിക്കും. പിന്നെ ഫാനിൻ്റെ കൺട്രോളിങ്ങിൻ്റെ റിലേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും പോയിട്ടില്ല. ആ ഒരു ഫ്യൂസാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക്.